തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ നൽകിയ പരാതിയിൽ ടി.എൻ. പ്രതാപന്റെ മൊഴിയെടുത്ത് പോലീസ്. തൃശൂർ എസ്.ഐ.പിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ LDF-നെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കെ അനീഷ് കുമാർ രംഗത്ത്. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം 11 വോട്ടുകൾ വ്യാജരേഖ ചമച്ച് സ്ഥിരതാമസമില്ലാത്ത മേൽവിലാസത്തിൽ ചേർത്തുവെന്നാണ് ടി.എൻ. പ്രതാപന്റെ ആരോപണം. പരാതി തെളിയിക്കുന്ന രേഖകളടക്കം പോലീസിന് കൈമാറിയെന്നും ഒരു നിമിഷം പോലും MP സ്ഥാനത്ത് തുടരാൻ സുരേഷ് ഗോപിക്ക് അർഹതയില്ലെന്നും ടി.എൻ. പ്രതാപൻ. സംഘടിതമായ വോട്ട് കളവിന് നേതൃത്വം കൊടുത്ത സുരേഷ് ഗോപി പാർലമെന്റ് അംഗത്വം രാജിവെക്കണം. ഞങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് വാനരന്മാരെന്ന് പറഞ്ഞിട്ടാണല്ലോ. ഞങ്ങളുടെ നെഞ്ചു തുറന്നാൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും കാണാൻ വേണ്ടി പറ്റും. തോൽവി ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയിലാണ് VS സുനിൽകുമാറെന്നും തൃശൂരിൽ ഉയർന്ന വ്യാജ ആരോപണങ്ങളെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ. CPM-ഉം കോൺഗ്രസും ആ കൊടുമുടിയിൽ നിന്നാണ് 75,000 വോട്ടിന് നിലം പതിച്ചത്. അത് അംഗീകരിക്കാനുള്ള ആ മനോനില വീണ്ടെടുക്കാൻ 1 വർഷം കഴിഞ്ഞിട്ടും സുനിൽകുമാറിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കള്ളപ്രചരണമാണ് BJPക്കും സുരേഷ് ഗോപിക്കും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ തൃശൂർ മുൻ കളക്ടർ കൃഷ്ണതേജയ്ക്ക് പിന്തുണയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രംഗത്തെത്തി. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.